ഒരു നാടിന്റെ നൊമ്പരമായ കോഴിക്കോട് പയ്യോളി അയനിക്കാട്ടെ അച്ഛന്റെയും 2 പെൺമക്കളുടെയും മരണം. പുതിയോട്ടിൽ സുമേഷിനെ റെയിൽവേ ട്രാക്കിലും മക്കളായ ഗോപികയെയും ജ്യോതികയെയും വീട്ടിനുള്ളിലുമാണ് മരിച്ച നിലയിൽ കണ്ടത്. മക്കൾക്ക് വിഷം നൽകിയതിനു ശേഷം സുമേഷ് ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ നിഗമനം. ഇന്ന് രാവിലെ 8 മണിക്ക് ശേഷമാണ് വീടിന് തൊട്ടടുത്തുള്ള റെയിൽവേ ട്രാക്കിൽ സുമേഷിനെ മരിച്ച നിലയിൽ കണ്ടത്. പിന്നീട് മക്കളെ അന്വേഷിച്ചപ്പോഴാണ് വീട്ടിനുള്ളിൽ 2 പേരുടെ മൃതദേഹങ്ങൾ കണ്ടത്. മക്കളുടെ മൃതദേഹത്തിന് സമീപത്തു നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലൊക്കെ തന്നെ ഒട്ടനവധി സമ്മാനങ്ങളൊക്കെ നേടിയിട്ടുള്ള വിദ്യാർത്ഥികളാണ്. അവർ കലോത്സവങ്ങളിൽ കിട്ടിയിട്ടുള്ള ഉപഹാരങ്ങളും അതിൻ്റെ ട്രോഫികളൊക്കെ തന്നെ വീടിൻ്റെ അലമാരകളൊക്കെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെ മരണത്തിലേക്ക് നയിച്ച കാരണം എന്താണെന്നുള്ളത് വ്യക്തമല്ല. 2 വർഷം മുൻപ് കോവിഡ് ബാധിച്ച് കുട്ടികളുടെ മാതാവ് മരിച്ചിരുന്നു. വിദേശത്തായിരുന്ന സുമേഷ് ഭാര്യയുടെ മരണശേഷം തിരിച്ചു പോയിട്ടില്ല. 10ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലുമാണ് ഗോപികയും ജ്യോതികയും പഠിക്കുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. നാളെയായിരിക്കും സംസ്കാരം നടക്കുക. മക്കൾക്ക് വിഷം നൽകിയതിനു ശേഷം സുമേഷ് ആത്മഹത്യ ചെയ്തെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. 24 കോഴിക്കോട്.